എന്റെ ഫ്രണ്ടാണ് വീഡിയോ എടുക്കുന്നത്. എന്തല്ലേ എന്റെ ഡ്രൈവിംഗ് തെറ്റും. ഞാൻ ആദ്യമായിട്ട് ഒരു ബേർഡിനെ തൊടുന്നു. എങ്ങനെയുണ്ട്? നീ തിരുവി നോക്ക്, എന്നിട്ട് ഇതൊക്കെ അവളെ മണപ്പിച്ചു കൊടുക്കും. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ കഴിഞ്ഞ വ്ളോഗ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും ഞാനിവിടെ ആലപ്പുഴയാണുള്ളതെന്ന്. എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്. ഞാൻ കുറേ ആയി പറയുന്നത് ഇവിടെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് എന്നുള്ളത്. പക്ഷെ ആർക്കും എൻ്റെ ഫ്രണ്ടിനെ ഞാൻ ഇതുവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. ക്യാമറയുടെ പുറകിൽ നിന്ന് ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അവളെ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രണ്ട് മീര. ആള് കുറച്ച് ഷൈ ആയിട്ടുള്ള ഒരാളാണ്. അങ്ങനെ ക്യാമറയുടെ മുന്നിൽ വന്നിട്ടുള്ള ഹായ് പറച്ചിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. എപ്പോഴും ക്യാമറയുടെ പുറകിലാണ് ഉണ്ടാവാറ്. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ വ്ളോഗിലൂടെ ഇനി ഫുൾ ടൈം അവളെ ക്യാമറയുടെ മുന്നിൽ നിർത്തണം എന്നുള്ളത്. മീരനെ കുറിച്ച് പറയുവാണെങ്കിൽ മീര ഇവിടെ ആലപ്പുഴയിലെ ഒരു മൂന്നംഗ സംഘം ഗ്യാങ്ങിൻ്റെ തലവിയാണ്. അപ്പൊ നിങ്ങളിപ്പോ വിചാരിക്കും ആരാണ് ഈ മൂന്നംഗ സംഘം, ഏതാണ് ഗ്യാങ് എന്നൊക്കെ ഉള്ളത്. വഴിയെ പറയുന്നതായിരിക്കും, ഒറ്റയടിക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഗ്യാങ്ങിലെ ഒരാളെയും കൊണ്ട് നമ്മൾ പുറത്തേക്ക് പോവാണ്. അതേപോലെ നമ്മൾ എവിടെയാണ് പോകുന്നതെന്ന് അറിയണ്ടേ, അതൊക്കെ നിങ്ങൾക്ക് വഴിയെ മനസ്സിലാകും. ഈ വ്ളോഗ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഗ്യാങ്ങിന്റെ തലവനെ നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കാമല്ലോ. അപ്പോൾ അങ്ങോട്ട് പോവാം. നിങ്ങൾക്ക് ഗ്യാങ് ലീഡറെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇതാണ് നമ്മുടെ ഗ്യാങ് തലവൻ. ഹലോ കുഞ്ഞിക്കണ്ണൻ. വൈറ്റു അഥവാ കുഞ്ഞിക്കണ്ണൻ. അതെ, വൈറ്റു അഥവാ കുഞ്ഞിക്കണ്ണൻ. ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വഴിയെ പറയുന്നതായിരിക്കും. ഇച്ചിരി സൈഡ് തരുമോ? ഞാൻ ഇരുന്നോട്ടെ. മീര ഭയങ്കര സീരിയസ് ആണ് വണ്ടി ഓടിക്കുമ്പോ. അങ്ങനെ കൂടുതൽ സംസാരിക്കൊന്നുമില്ല. ഒന്ന് അങ്ങോട്ടോ എന്തല്ലേ എന്റെ ഡ്രൈവിംഗ് തെറ്റും. ആള് ഭയങ്കര സീരിയസ് ആണ്. ആളുടെ പേര് വരുന്നത് വൈറ്റ് എന്നാണ്. പക്ഷേ നമ്മളെല്ലാരും അവനെ ചെല്ലപ്പേര് കൊടുത്തത് കുഞ്ഞിക്കണ്ണൻ എന്നാണ്. കാരണം അവൻ കുഞ്ഞായതുകൊണ്ട് അവനെ കുഞ്ഞിക്കണ്ണൻ എന്നാണ് വിളിക്കാറ്. പക്ഷെ ശരിക്കുള്ള പേര് വരുന്നത് വൈറ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ മൂന്നംഗം സംഘത്തിലെ തലവനാണ് ഇവൻ. ഇനി വേറെ 2 ആൾക്കാരുണ്ട്. അവരെ ഞാൻ നിങ്ങൾക്ക് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും. ആക്ച്വലി നമ്മൾ ഇന്ന് അവനെയും കൊണ്ട് ഗ്രൂമിങ്ങിനാണ് പോകുന്നത്. സാധാരണ ഗ്രൂമിങ്ങിന് കൊണ്ടുപോകുന്ന പോലെയുള്ള ഒരു പെറ്റ് ക്ലിനിക് അല്ല. അവിടെ വേറെയും കുറെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ടെന്നാണ് മീര പറഞ്ഞത്. കാരണം മീര ഇതിന്റെ മുന്നേ അവിടെ പോയിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാ ആക്ച്വലി അവിടെ ഉണ്ടായിരുന്നത്? അവിടെ എന്തൊക്കെ എക്സോട്ടിക് ബേർഡ്സ് ഉണ്ട്, പിന്നെ ഇഗ്വാന, പിന്നെ കുറെ ആമകളുണ്ട്, പിന്നെ ഡോഗ്സ് എന്തായാലും ഉണ്ടാവുമല്ലോ. പിന്നെ ഞാൻ അതിന്റെ മുകളിൽ കയറിയിട്ട് കണ്ടിട്ടില്ല. അവിടെ ചെല്ലുമ്പോ അങ്കിൾ എപ്പോഴും പറയാറുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു നിന്നെയും കൂട്ടി തന്നെ ചെല്ലാം, ഒരു കമ്പനി ആവുമല്ലോ. സാധാരണ നമ്മുടെ പെറ്റ്സിന്, അതായത് നമ്മുടെ പിള്ളേരെ നമ്മൾ ഗ്രൂമിങ്ങിന് കൊണ്ടുപോകുമ്പോൾ അവിടെ ഡോഗ്സ് അല്ലാതെ വേറെ ആനിമൽസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാറില്ല. പക്ഷെ ഇത് ഒരു കൈൻഡ് ഓഫ് മറ്റേ എന്താ പറയാ, സൂവിന്റെ മിനി വേർഷൻ പോലെയാണ് ഇത്. മറ്റേ അങ്ങനെ പറയാവോന്ന് എനിക്ക് അറിഞ്ഞൂടാ. എക്സോട്ടിക് ബേർഡ്സ് ആൻഡ് ആനിമൽ ഫാം അങ്ങനെയാണ് അവിടെ. അപ്പൊ അവിടെ നമ്മള് എക്സ്ട്രാ പേയ്മെന്റ് കൊടുത്തിട്ടാണ്. ഫ്രീ ആണ്. അപ്പൊ നമ്മുടെ പെറ്റ്സിനെ ഗ്രൂം ചെയ്യുന്ന സമയത്ത് നമുക്ക് പോയിട്ട് ഇതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം, അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് പോവാം. കാരണം കുഞ്ഞിക്കണ്ണനെ ഗ്രൂം ചെയ്യാൻ അത്യാവശ്യം ഒരു 1 hour കുറച്ച് സമയമൊക്കെ എടുക്കുന്നത്. കുഞ്ഞിക്കണ്ണൻ ഇവിടെ ഇതൊക്കെ ഗ്ലാസ് ഒക്കെ താത്തുന്നുണ്ട്. കുഞ്ഞിക്കണ്ണൻ അവനാണ് അതൊക്കെ ചെയ്യുന്നത്, അവനല്ലാതെ വേറെ ആര്. ഭയങ്കര ചൂടാണ് ഇപ്പം. നമ്മളിപ്പോൾ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ പെറ്റ്സിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് തന്നെ കണ്ടില്ലേ, AC-യുടെ അവിടെ അവൻ തല വെച്ച് കിടക്കുവാണ്. കാരണം അത്രയ്ക്കും ചൂടാണ്. ഈ എൻ്റെ പൊന്നെ, ബാംഗ്ലൂര് ഇത്ര ചൂടൊന്നും ബാംഗ്ലൂരില്ല. പക്ഷേ ഇവിടെ ആലപ്പുഴയിലാണെങ്കിലും കാലിക്കറ്റ് ആണെങ്കിലും അത്യാവശ്യം നല്ല ചൂടാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ അവനെ ഗ്രൂം ചെയ്യാൻ കൊണ്ടുപോകാന്ന് വിചാരിച്ചത്. എത്ര ടൈം കൂടുമ്പോഴാണ് നീ ഇവനെ ഗ്രൂം ചെയ്യാൻ കൊണ്ടുപോകാറ്? 1 month എന്തായാലും കൊണ്ടുപോയി ഗ്രൂം ചെയ്യും. അല്ലാതെ ഒരു 2 weeks കൂടുമ്പോ ഞാൻ കുളിപ്പിക്കും. നീ തന്നെ കുളിപ്പിക്കും? കുളിപ്പിക്കും. കാരണം അവൻ പെട്ടെന്ന് അഴുക്കാവുമല്ലോ. അതെ, ഭയങ്കരമായിട്ട് ഇതാവും.
കേട്ടോ. പിന്നെ അതുമല്ല ഫുള്ള് ഇത് മറ്റേ ഇങ്ങനെ ജട പിടിച്ച മാതിരിയാണ്. അപ്പം നമ്മൾ നന്നായിട്ട് കോംപ് ചെയ്ത്, എസ്പെഷ്യലി ലാസാപ്സോ അല്ലെങ്കിൽ ഷിറ്റ്സോ ഇതുപോലുള്ള ബ്രീഡിനെ നമ്മൾ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഇല്ലെങ്കിൽ അവർക്ക് സ്കിൻ ഇഷ്യൂസോ അല്ലെങ്കിൽ അവരുടെ ഈ ഹെയറിനോ ഒക്കെ എന്തെങ്കിലും രീതിയിലുള്ള അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരും. പിന്നെ എനിക്ക് പിന്നെ അങ്ങനെ വെല്ലായിട്ട് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യേണ്ട പെറ്റ്സ് അല്ല എൻ്റെ ആള്. കാരണം ബോയ് ആണെങ്കിലും ആരോ ആണെങ്കിലും അവർക്ക് ഇതുപോലുള്ള ലോങ് ആയിട്ടുള്ള കോട്ടോ കാര്യങ്ങളോ ഒന്നും അല്ല. അപ്പം അതുകൊണ്ട് നമ്മൾ തന്നെയാണ് അവരെ ഗ്രൂം ചെയ്യാറ്. അതായത് നമ്മൾ തന്നെ മെയിനായിട്ട് അജയാണ് അവരെ കുളിപ്പിക്കാറ്. ഇവന്റെ കളറ് വൈറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഇവന് വൈറ്റ് എന്ന് പേരിട്ടത്. അതേപോലെ വേറെ റീസണും ഉണ്ട്. കാരണം മീരയ്ക്ക് വേറെ 2 പെറ്റ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അവരുടെ പേര് വരുന്നത് വിന്ററും വിസ്കിയാണ്. അപ്പൊ എല്ലാം ഒരു ഡബ്ല്യൂയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് നമ്മൾ കുഞ്ഞിക്കണ്ണന് വൈറ്റ് എന്ന് പേരിട്ട്. പക്ഷെ വൈറ്റ് എന്ന് പേരിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഫുൾ ടൈം അവനെ കുഞ്ഞിക്കണ്ണ എന്നാണ് വിളിക്കുക. അവന് കുഞ്ഞിക്കണ്ണാന്ന് കേൾക്കുമ്പോഴാണ് തിരിഞ്ഞു നോക്കുക. ആക്ച്വലി ഈ കുഞ്ഞിക്കണ്ണൻ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് ഞാൻ ബോനെ ബോബുക്കണ്ണാന്ന് വിളിച്ചു തുടങ്ങിയത്. അപ്പൊ നമ്മുടെ ഫാമിലിയിലെ 2 കണ്ണന്മാരാണ് ഇവർ 2 പേരും. പിന്നെ മീരയുടെ മറ്റു 2 പെറ്റ്സും ഫീമെയിൽ ഡോഗ്സ് ആണ്. അപ്പം 2 ചേച്ചിമാരുടെ പുന്നാര അനിയനാണ് നമ്മുടെ കുഞ്ഞിക്കണ്ണൻ. കുഞ്ഞിക്കണ്ണന് കുളിക്കാൻ ഇഷ്ടമാണോ മീര? കുളിക്കാൻ ഇഷ്ടമാണോ? അവന് കുളിക്കാൻ വലിയ താല്പര്യമില്ല. ആരോന്റെ മാതിരി തന്നെ അല്ലേ? വെള്ളം ഭയങ്കര അലർജിയാന്ന് തോന്നുന്നു. മടിയാണ്. കുളിക്കാൻ പോവാ നമുക്ക് കുഞ്ഞിക്കണ്ണ? നമുക്ക് കുളിക്കാൻ പോവാ. നിന്റെ ഫേസ് ഒന്ന് കാണിച്ചു കൊടുക്കുക എന്റെ വ്യൂവേഴ്സിന്, അവരൊന്ന് കണ്ടോട്ടെ. അവന് കുളിക്കാൻ പോകുന്നതിന്റെ ഒരു ഇതാണ്. നമുക്ക് പുറത്തിറങ്ങാം കേട്ടാ. അവനിങ്ങനെ വണ്ടി ഓടിച്ചോണ്ടേയിരിക്കണം. അത് ഞങ്ങളുടെ പിള്ളേർക്കൊക്കെ അങ്ങനെയാണ്. ബോയ്ക്കും ആരോയ്ക്കും വിന്ററിനും വിസ്കിക്കും എല്ലാവർക്കും അങ്ങനെയാണ്. ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ ട്രാവൽ ചെയ്യണം, വണ്ടി ഓടിച്ചോണ്ടിരിക്കണം. നമ്മൾ കുളിക്കാൻ പോവാണ് കേട്ടാ. ഇവൻ ഇരിക്കുമ്പോൾ ഇവന് ആ രോമം കുത്തരുത്. അതേപോലെ അത്ര നീളം കുറയ്ക്കുമ്പോൾ ഇച്ചിരി നീളം വെച്ചിട്ട് വേണം. അല്ല, ഈ ഒരു പോർഷനിൽ ഞാൻ സാധാരണ ക്രമീകരിക്കാനാണ് പറയാറ്. കാരണം അവിടെ പെട്ടെന്ന് ഇങ്ങനെ ജട പിടിക്കുന്നത് കൊണ്ട് ചെറിയൊരു ആൾക്ക് അത്യാവശ്യം പേടിയാവുന്നുണ്ട്. അവന് പൊതുവെ അങ്ങനെ കുളിപ്പിക്കുന്നതാണെങ്കിലും ഹെയർ കട്ട് ചെയ്യുന്നതാണെങ്കിലും വലിയ ഇഷ്ടമൊന്നുമില്ല. അപ്പൊ കുറച്ചിങ്ങനെ പേടിക്കുന്നുണ്ട്. പിന്നെ എപ്പോഴും അവനിങ്ങനെ മീരേന്റെ അടുത്ത് തന്നെയാണ് നിൽക്കാറ്. മീരേന്റെ അടുത്ത് നിന്ന് മാറി നിൽക്കുന്നൊന്നും അവൻ അത്ര ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. കുഞ്ഞിക്കണ്ണൻ അതെ, ഞങ്ങൾക്കൊന്ന് അവന്റെ മുഖം ഒന്ന് കാണണം. അപ്പൊ നമ്മളിതാ കുഞ്ഞിക്കണ്ണൻ അവിടെ ഗ്രൂം ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവനെ ഗ്രൂം ചെയ്യുന്നതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല. കാരണം നമ്മൾ പോയിട്ട് അവിടെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ പെറ്റ്സ് കുറച്ചുകൂടി ഒന്ന് പാനിക് ആവും. പെറ്റ് പാരൻസിന് എല്ലാവർക്കും അറിയാലോ. അപ്പൊ എനിക്ക് അതുകൊണ്ട് അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ മീൻ വൈൽ നമുക്ക് ഇവിടെയുള്ള വേറെ കുറെ ആനിമൽസ് ഉണ്ട്. അതായത് ബേർഡ്സ് ഉണ്ട്, പിന്നെ കുറെ ഇഗ്വാന, യെല്ലോ കളർ ഇഗ്വാന ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും അതൊക്കെ ഒന്ന് പോയി നോക്കാം. നീ പറഞ്ഞില്ലേ ഇവിടെ ഹലോ പറയുന്ന ഒരു ബേർഡ് ഉണ്ട് എന്നുള്ളത്? ഏതാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതിലേതാന്ന് അറിയത്തില്ലേ? നീ ഒന്ന് ഹലോ പറഞ്ഞു നോക്ക് അതിനോട്. ഹലോ. എനിക്ക് തോന്നുന്നത് ഇവൻ ആണായിരിക്കും. ഹലോ. ഇവൻ നിന്റെ അടുത്ത് മാത്രമാണ് ഹലോ പറഞ്ഞത്. ഹലോ. ഹലോ. ഇത് ശരിക്കും ഈ ബേർഡ് തന്നെയാട്ടോ പറഞ്ഞത് ഹലോ എന്നുള്ളത്. മോനെ ഒന്നുകൂടി പറയോടാ, കുറച്ചുകൂടി. വീഡിയോ എടുക്കട്ടെ? ചാർലി ചാർലി ചാർലി. ഞാൻ ആദ്യമായിട്ട് ഒരു ബേർഡിനെ തൊടുന്നു. ആദ്യമായിട്ടാണോ നീ ഒരു ബേർഡിനെ തൊടുന്നത്? ആദ്യമായിട്ടാ തൊടുന്നത്. ഇത് ഏത് ടൈപ്പ് ബേർഡാണ് അങ്ക്? കടിച്ചപ്പെട്ടാത്ത വലിയ പേരാണ്. നമുക്ക് ചാർലിന്ന് വിളിച്ചാൽ മതി, അതായിരിക്കും നല്ലത്. ആക്ച്വലി ഇത്രയും നേരം മീര ഇരുന്ന് ഇവനെ പാമ്പർ ചെയ്തോണ്ടിരുന്നത്. അപ്പൊ ഞാൻ മീരേന്റെ അടുത്ത് പറഞ്ഞു ഇനി കുറച്ച് വീഡിയോ എടുക്കുന്നുള്ളു. അപ്പൊ കറക്റ്റ് അവനിതേ അങ്കിൾ എന്റെ കൈ കൊണ്ടേ ഇരുത്തി. ചാർലി
ഇവിടെ ഒരുപാട് ടൈപ്പ് ഓഫ് ബേർഡ്സ് ഉണ്ട്. ഇതെല്ലാം ഓരോ ടൈപ്പ് ഓഫ് ബേർഡ്സ് ആണ്, ചെറുതായിട്ടും വലുതായിട്ടൊക്കെ. ഏകദേശം ഒരു 30 ടൈപ്പ് ഓഫ് ബേർഡ്സ് ഉണ്ട്. അപ്പോൾ കുറേയൊക്കെ ചൂട് കാരണം ഇതിൻ്റെ അകത്തേക്ക് ഈ ഒരു ബോക്സ് ഉണ്ടല്ലോ, ചെറിയൊരു ബോക്സ് ഇവർ വെച്ചിട്ടുണ്ട്, അതിൻ്റെ അകത്തേക്ക് കയറി നിൽക്കുക ചെയ്യുന്നത്. ബേർഡ്സിനെ മൊത്തം കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ നെക്സ്റ്റ് കാണാൻ പോയത് ഈ മച്ചാനെയാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് യെല്ലോ ഇഗ്വാനേനെ കാണുന്നത്. ഇതിൻ്റെ മുന്നേ ഇഗ്വാനേനൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും കൂടുതലും ഒരു ഗ്രീൻ കളർ ഇഗ്വാനേനെയാണ് ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത്. പക്ഷേ യെല്ലോ കളർ ഇഗ്വാനേനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എങ്ങനെയുണ്ട്? എനിക്ക് മാത്രമല്ല, മീരയ്ക്കും ഇഗ്വാനേനെ നല്ല പേടിയൊക്കെ തന്നെയായിരുന്നു. പക്ഷേ അവൾക്ക് തൊടണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് തൊടാനാണെങ്കിലും ഞാൻ അത്ര കംഫർട്ടബിൾ ഒന്നും അല്ലായിരുന്നു. പക്ഷെ അവൾ കുറച്ച് ധൈര്യമൊക്കെ എടുത്തിട്ട് അവസാനം ഇഗ്വാനേനെ തൊട്ടപ്പം ശരിക്കും ഒരു ക്ലോത്ത് തൊടുന്ന മാതിരിയാണെന്നാണ് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞത്. പിന്നെ അത് മാത്രമല്ല, ഇഗ്വാനയാണെങ്കിലും അവളിങ്ങനെ പാമ്പർ ചെയ്യുന്ന ശരിക്കും ഇങ്ങനെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം അവളിങ്ങനെ അതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ തടവുന്ന സമയത്ത് അതിങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ എന്താ പറയുക, ഒരു പാമ്പറിങ് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു വെജിറ്റേറിയൻ ആയിട്ടുള്ളൊരു ആനിമലും കൂടിയാണ് ഇഗ്വാന എന്നുള്ളത് എനിക്കിപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. മീരത ഇവിടുന്ന് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട്. ഇത് ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള ഒരു ബേർഡാണ് കേട്ടോ. ഇവിടുത്തെ അങ്കിള് ഇവനെ ഡാൻസിങ് ബേർഡ് എന്നാണ് വിളിക്കാറ്. നമ്മൾ എന്താ പറയുക, നമ്മൾ പാമ്പർ ചെയ്യുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് പോലെ ഇതുപോലെ ഇങ്ങനെ ഡാൻസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം മീര മറ്റേ ഹലോ 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 ബേബി എന്നൊക്കെ ഇങ്ങനെ പാട്ടൊക്കെ പാടുന്ന സമയത്ത് അവളുടെ ഹെഡ് ഇങ്ങനെ മൂവ് ചെയ്യുന്നതിനനുസരിച്ച്, അവളുടെ ഹെഡ് ഇങ്ങനെ ടിൽറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ബേർഡും അതേപോലെ ഇങ്ങനെ ഹെഡ് ഇങ്ങനെ ടിൽറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നിൽക്കുന്ന ഓരോ ബേർഡ്സിനും പേരൊക്കെ ഉണ്ട്. ഫുള്ള് കടിച്ചാൽ പൊട്ടാത്ത വലിയ വലിയ പേരുകളാണ്. അതുകൊണ്ട് എനിക്കതൊന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല. പക്ഷെ ബേർഡ്സിന് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഹാപ്പി ഫീലാണ്. കാരണം എല്ലാവരും ഭയങ്കര ആക്റ്റീവായിട്ട്, എല്ലാവരും ഭയങ്കര സൗണ്ടും ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ട് ഭയങ്കര ആക്റ്റീവായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. പിന്നെ ചൂട് കാരണമാണ് കുറേ ബേർഡ്സ് എല്ലാം ഈ കൂട്ടിൽ പോയി കിടക്കുന്നത്. പിന്നെ ബേർഡ്സ് മാത്രമല്ല, ഇവിടെ കുറേ ചെടികളും ഇവർ വളർത്തുന്നുണ്ട്. കാരണം ഇത്രയും ആനിമൽസിനെയൊക്കെ ഒന്നിച്ച് വളർത്തുന്ന സമയത്ത് ഇപ്പോൾ ബേർഡ്സിനാണെങ്കിലും ഇഗ്വാനയ്ക്കാണെങ്കിലും ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെടികളും കാര്യങ്ങളൊക്കെ ഇവരിവിടെ വളർത്തുകയാണ് ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല, നല്ല ചൂടുള്ള സമയത്ത് ഇവർക്ക് കുറച്ചൊരു ഷെയ്ഡ് പോലെയും കുറച്ചൊരു തണലും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടും ഇവർ കുറേ ചെടികൾ ഇവിടെ വളർത്തുന്നുണ്ട്. പിന്നെ ഈ ഒരു സൈഡിലാണ് ഇവർ പ്രാവിനെ വളർത്തുന്നത്. പലതരത്തിലുള്ള പ്രാവുകളുണ്ട്, പല സ്ഥലത്തുള്ള പ്രാവുകളാണ് ഇവിടെ ഉള്ളത്. പല ടൈപ്പ് ഓഫ് പ്രാവുകളാണ് ഇവിടെ ഉള്ളത്. ഇത് രാജസ്ഥാൻ ടൈപ്പ് ഓഫ് പ്രാവാണ്. പിന്നെ അതേപോലെ വേറെയും പല സ്ഥലത്തു നിന്നായിട്ട് വരുന്ന പ്രാവുകളൊക്കെ ഉണ്ട്. നീ തിരുമ്പി നോക്കുക, എന്നിട്ട് ഇതൊക്കെ അവളെ മണപ്പിച്ചു കൊടുക്കും. ഇതിവിടെ അങ്കിള് നട്ട് വളർത്തുന്ന കറിവേപ്പില ചെടിയാണ്. അപ്പം ഇതിൻ്റെ ലീഫ് ജസ്റ്റ് ഒന്ന് എടുത്ത് നമ്മൾ കയ്യിൽ നിന്ന് റബ്ബ് ചെയ്തപ്പോഴത്തേക്കും ഭയങ്കര ഒരു സ്മെല്ല്. കാരണം നമ്മൾ വീട്ടിൽ വളർത്തുന്ന പച്ചക്കറി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇലവർഗ്ഗങ്ങളോ എന്ത് ആയിക്കോട്ടെ, നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പോലെയല്ല. ശരിക്കും അതിൻ്റെ ആ ഒരു ക്വാളിറ്റിയും അതിൻ്റെ ആ ഒരു സ്മെല്ലും എല്ലാം ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് തന്നെ ഇരിക്കും. അങ്ങനെ ഞങ്ങൾ ബേർഡ്സിനെയും അതേപോലെ ഇഗ്വാനേനെയും എല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ നേരത്തെ തിരിച്ച് ക്ലിനിക്കിൻ്റെ സൈഡിലേക്ക് തന്നെ വന്നു. അപ്പോൾ നമ്മുടെ കുഞ്ഞിക്കണ്ണൻ്റെ ഗ്രൂമിങ്ങും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. കാരണം അത്യാവശ്യം കുറച്ച് സമയം എടുക്കും അവനെ ഗ്രൂം ചെയ്യാനെല്ലാം. അപ്പോൾ നമ്മളിത് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മൾ നൈക്കനെ മീറ്റ് ചെയ്തത്. നൈക്ക ഇവിടുത്തെ ഒരു പപ്പിയാണ്. നൈക്കയ്ക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് മീരേനെയാണ്. എന്നെ അത്ര വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം നൈക്കയുടെ കൂട് തുറന്നപ്പോൾ തന്നെ വേഗം തന്നെ ഓടിപ്പോയത് മീരേൻ്റെ അടുത്താണ്. മീരയ്ക്ക് പിന്നെ ഏതൊരു ഡോഗ്സും ആയിക്കോട്ടെ, അത് ഏത് ബ്രീഡ് ആയിക്കോട്ടെ, ഇപ്പോൾ ലാർജ് ബ്രീഡ് ആയിക്കോട്ടെ, സ്മോൾ ബ്രീഡ് ആയിക്കോട്ടെ, ടോയ് ബ്രീഡ് ആയിക്കോട്ടെ, അവൾക്ക് പെട്ടെന്ന് ആ ഡോഗിനെ കയ്യിലെടുക്കാനുള്ള ഒരു കഴിവുണ്ട്. കാരണം അവൾക്ക് അങ്ങനെ പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അതിപ്പോൾ ഏത് ബ്രീഡാണെങ്കിലും അവൾക്കങ്ങനെ പേടിയോ കാര്യങ്ങളൊന്നുമില്ല. അവൾ പെട്ടെന്ന് തന്നെ ഏതൊരു ഡോഗ്സിനെയും പാമ്പർ ചെയ്തിട്ട് കയ്യിലെടുക്കാനുള്ളൊരു കഴിവുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെയല്ല. എനിക്കിപ്പോൾ ബോനി ആരോനെയും പാമ്പർ ചെയ്യുന്ന മാതിരി വേറൊരു ഡോഗിനെ പാമ്പർ ചെയ്യാൻ എനിക്കങ്ങനെ പറ്റത്തില്ല. എനിക്ക് ചെറുതായിട്ട് പേടിയൊക്കെ ഉണ്ടാവും. കാരണം എത്രത്തോളം എൻ്റെ അടുത്ത് ഫ്രണ്ട്ലി ആണെന്നുള്ള എനിക്കറിയത്തില്ലല്ലോ. പക്ഷേ മീരയ്ക്ക് അങ്ങനെയല്ല. മീര ഏത് ഡോഗ്സിനെ ആണെങ്കിലും നല്ല രീതിയിൽ പാമ്പർ ചെയ്തിട്ട് അതിനെ കംഫർട്ടബിൾ ആക്കും.
ഞാൻ കുറച്ച് നേരം നൈക്കൻ്റെ ടോയൊക്കെ എടുത്ത് ഓടിക്കളിക്കുക ചെയ്തത്. കാരണം എനിക്ക് നൈക്കനെ എടുത്ത് മടിയിലെല്ലാം വെച്ച് പാമ്പർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം നൈക്ക എത്രത്തോളം ഫ്രണ്ട്ലി ആണ്, ഇനി പെട്ടെന്നെങ്ങാനും ഫ്ലിപ്പാവുമെന്നൊന്നും അറിയത്തില്ലല്ലോ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ബോ ആൻഡ് ആരോനെ പോലെ എനിക്ക് എല്ലാ ഡോഗ്സിനെയും പാമ്പർ ചെയ്ത് കയ്യിലെടുക്കാനുള്ള ഒരു മാജിക്കൽ കഴിവൊന്നും എനിക്കില്ല. അപ്പം ഞാൻ കുറച്ച് നേരം നൈക്കേൻ്റെ കൂടെ കളിക്കുക ചെയ്തത്. അങ്ങനെ ദേ ഒടുവിൽ നമ്മുടെ കുഞ്ഞിക്കണ്ണൻ ദേ വന്നു. നിങ്ങളതേ കുഞ്ഞിക്കണ്ണൻ്റെ മുഖമൊക്കെ ഒന്ന് കണ്ടോളൂ. നിങ്ങൾക്ക് ആദ്യം മുഖമൊന്നും കാണാൻ പറ്റിയില്ലല്ലോ. പക്ഷെ ആളെ എനിക്ക് തോന്നിച്ചിരി ഡിസ്റ്റർബ്ഡ് ആണെന്ന് തോന്നുന്നു. കുറേ നേരം ഗ്രൂമിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഇതുണ്ടായിരുന്നു, ജഡയുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചധികം സമയം എടുത്തിട്ടാണ് അവർ ഗ്രൂമിങ് ഇതൊക്കെ ചെയ്ത്. കാണിക്ക് അച്ചൂടാ കുഞ്ഞിക്കണ്ണൻ്റെ മീശ 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 മീശക്കാര്. ഞാൻ ഇപ്പോഴാണ് ഇവൻ്റെ മുഖം ഒന്ന് മര്യാദയ്ക്ക് കാണുന്നത്. കാരണം ഞാൻ വന്ന സമയത്ത് ഫുള്ള് നല്ല രീതിയിൽ ഹെയർ എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ആളുടെ കണ്ണൊന്നും എനിക്ക് അങ്ങനെ കാണത്തില്ല. ആകെ മൂക്കും പിന്നെ അതേപോലെ നാക്കും മാത്രമേ എനിക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഇപ്പോഴാണ് കണ്ണൊക്കെ കണ്ടത്. ഈ ഗ്രൂം ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും ഈ ഷാമ്പൂവിൻ്റെയും കണ്ടീഷണറിൻ്റെ ഒക്കെ. കാരണം ഇത് കഴിഞ്ഞ് ഉടനെ തന്നെ അവരെ കൊണ്ടുവരികയാണല്ലോ ചെയ്യുക. ഇതാണ് നമ്മുടെ 3 അംഗ സംഘത്തിലെ ഗ്യാങ്ങിലെ തലവൻ മിസ്റ്റർ വൈറ്റ്, അല്ലെങ്കിൽ കണ്ണൻ. ആള് കുറച്ച് എന്താ പറയുക, ഭയങ്കര ഫ്രണ്ട്ലി ഒക്കെയാണ് ഇവൻ. പക്ഷേ കുറച്ച് മൂഡ് സ്വിങ്സും അതേപോലെ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറും കൂടി ഉണ്ട്. ഭയങ്കര അതേ സ്നേഹിച്ചാൽ ഭയങ്കര സ്നേഹവും കാര്യമൊക്കെയാണ്. പക്ഷെ കൂടുതലും മനസ്സിലാണ്. അവനങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ പ്രകടിപ്പിക്കാനൊന്നും അറിയത്തില്ല. എൻ്റെയോണോ മീരൻ്റെ അടുത്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഞെരുപരികൾ. അവൻ മമ്മി മോനാണ്, മമ്മി മോൻ. എങ്ങനെ ഉണ്ടായിരുന്നു ഗ്രൂമിങ്? അടിപൊളിയായിരുന്നോ? അടിപൊളിയായിരുന്നോ? ചൂടെടുക്കുന്നുണ്ടോ? അപ്പോൾ അതെ നമ്മുടെ ഗ്രൂമിങ്ങും പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നല്ല അടിപൊളി പ്ലേസ് ആണ് കേട്ടോ. ഇവിടെ ശരിക്കും ഇവിടെ ഒരു ഹോസ്പിറ്റൽ തന്നെ ഉണ്ട്, പെറ്റ് ക്ലിനിക്ക് പോലെ ഹോസ്പിറ്റൽ തന്നെ ഉണ്ട്. ഇതിൻ്റെ അകത്തൊരു ചെറിയ ഹോസ്പിറ്റലുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ വരുമ്പം ഒരു ഹോസ്പിറ്റലിൽ വരുന്ന ഫീലോ അങ്ങനെയൊന്നുമല്ല. ഇവിടുത്തെ സ്റ്റാഫ് ആണെങ്കിലും പിന്നെ ഇവിടുത്തെ ഡോക്ടറിൻ്റെ പപ്പ അങ്കിളാണെങ്കിലും നമുക്ക് ഭയങ്കര ഒരു ഹോംലി ഫീലാണ്. ഇപ്പോൾ കുഞ്ഞിക്കണ്ണനെ ഗ്രൂം ചെയ്യാൻ തന്നെ ഓൾമോസ്റ്റ് എനിക്കൊന്ന് 2-2.5 മണിക്കൂറോളം എടുത്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ജഡയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പം അത്രയും നേരം ആ സമയത്ത് നമ്മൾ മറ്റേ ഈ കിളികളെയും പിന്നെ അതേപോലെ ഇഗ്വാനേനെയും ഒക്കെ കൊണ്ടുപോയി അങ്കിള് കാണിച്ചു തന്നു. പിന്നെ അങ്കിള് നന്നായിട്ട് സംസാരിക്കുന്നു. മീരേനെയാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. കാരണം അത് വേറൊന്നും കൊണ്ടല്ല, കാരണം മീര ഇവിടുത്തെ റെഗുലർ കസ്റ്റമറാണ്, ഇതിൻ്റെ മുന്നേ ഒക്കെ വരാറുണ്ട്. പിന്നെ ചില ആൾക്കാർക്ക് ഇപ്പം നമ്മളിപ്പം കാരണം അവർക്ക് ഒരുപാട് തരത്തിലുള്ള പെറ്റ്സുകളുണ്ട്. നമുക്കിപ്പോൾ ഡോഗ്സ് മാത്രമാണ്, പക്ഷെ അവരെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് പല ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ടുള്ള പെറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു പെറ്റ് പാരൻറ്റ് ടു പെറ്റ് പാരൻറ്റ് ഒരു എനർജി ഉണ്ടാവില്ലോ. അതിപ്പോൾ ഞാൻ പറയുമ്പോഴാണെങ്കിലും കൂടുതലും പെറ്റ് പാരൻസിനാണ് കണക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ വരുമ്പം ഒരിക്കലും നമുക്കൊരു ഹോസ്പിറ്റലിലേക്ക് വന്നൊരു ഫീലോ അല്ലെങ്കിൽ ഗ്രൂമിങ്ങിന് വന്നൊരു ഫീലോ ഒന്നുമല്ല. നമുക്ക് കുറച്ചുകൂടി ഒരു ഹോംലി ഫീലായിട്ടാണ് തോന്നുക. പിന്നെ ഇവിടെ നമ്മളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി 30 ടൈപ്പ് ഓഫ് ബേർഡ്സ് ഉണ്ട്. പലതിൻ്റെയും പേരൊക്കെ കടിച്ചാൽ പൊട്ടാത്ത പേരാണ്, അതുകൊണ്ട് എനിക്ക് ഓർമ്മയൊന്നുമില്ല. എനിക്കിൻ്റെ പേര് വരുന്നത് സാറാസ് ബേർഡ്സ് ആൻഡ് എക്സോട്ടിക്. ഇവിടെ സ്ഥിരമായിട്ട് വരുന്ന ആളാ, ഇതിൻ്റെ പേര് അവർക്ക് അറിയത്തില്ല. സാറാസ് പെറ്റ് ക്ലിനിക് എന്ന് നോക്കിയാൽ തന്നെ നമുക്ക് ഗൂഗിളിൽ കിട്ടുന്നതായിരിക്കും. ഞാനിത് പ്രൊമോഷനായിട്ട് പറയുന്നതല്ല, കാരണം ഞാനിവിടെ ആലപ്പുഴ വന്നപ്പോൾ മീര പറഞ്ഞതാണ് ഇങ്ങനെ കുഞ്ഞിക്കണ്ണനെ ഗ്രൂം ചെയ്യേണ്ട സമയം, അപ്പോൾ നമുക്ക് ഇവിടെ പോകാമെന്നുള്ളത്. അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതാണ് ഞാൻ വ്ളോഗും കാര്യങ്ങളൊക്കെ എടുത്തത്. അപ്പോൾ നിങ്ങൾ ഗൂഗിളിൽ ചെക്ക് ചെയ്താൽ മതി. സാറാസ് പെറ്റ് ക്ലിനിക് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ബേർഡ്സ് ആൻഡ് എക്സോട്ടിക് ആനിമൽ ഹോസ്പിറ്റൽ. ഒന്നുകൂടെ പറഞ്ഞേ. സാറാസ് ബേർഡ്സ് ആൻഡ് എക്സോട്ടിക് ആനിമൽ ഹോസ്പിറ്റൽ. അങ്ങനെ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നേക്ക്. ഇത് സ്ഥലം എവിടെയാണ് വരുന്നത്? കൊമ്മാടി. ഓക്കെ. കുറച്ചു നേരം വണ്ടിക്കകത്ത് ഇരുന്നപ്പോഴത്തേക്കാണ് കുഞ്ഞിക്കണ്ണൻ ഒന്ന് എന്താ പറയാ ഒന്ന് കൂളായത്. നല്ല ചൂടാണ്, ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. കുഞ്ഞിക്കണ്ണൻ ഇവിടെ വീട്ടിലെത്തിയപ്പോഴാണ് സമാധാനമായത്. ഞങ്ങൾ വരുന്ന വഴിക്ക് വണ്ടി എവിടെയെങ്കിലും നിർത്തിയിട്ട് ജ്യൂസോ അല്ലെങ്കിൽ കരിമ്പിൻ ജ്യൂസോ എന്തെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ചൂട് കാരണം ഞങ്ങൾ എവിടെയും വണ്ടി നിർത്തുകയൊന്നും ചെയ്തില്ല. പിന്നെ അതുമല്ല, അവനാകെ കംപ്ലീറ്റ് ആയിട്ട് എക്സോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം എത്രയും പെട്ടെന്നൊന്ന് വീട്ടിലെത്തിയാൽ അവനും കുറച്ചൊന്ന് ഫ്രീ ആവില്ല, അവനും കുറച്ച് വെള്ളം എന്തെങ്കിലും കുടിക്കാനൊക്കെ കൊടുക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് വണ്ടിയൊന്നും എവിടെയും നിർത്തിയില്ല. അത് ഇപ്പോൾ ഇവിടെ വീട്ടിൽ വന്ന് നാരങ്ങ വെള്ളം കലക്കി കുടിച്ചപ്പോഴാണ് സമാധാനമായത്. ഭയങ്കര ചൂട്, ഒരു രക്ഷയില്ലാത്ത ചൂട്. നമ്മൾ ഹ്യൂമൻ ബീങ്സിന് ഇങ്ങനെയാണെങ്കിൽ ആനിമൽസിൻ്റെ കാര്യം ഭയങ്കര കഷ്ടം തന്നെയാണ്. അവനിവിടെ ഉണ്ട്, കുഞ്ഞിക്കണ്ണൻ എൻ്റെ അടുത്തുണ്ട്. മീര ഇവിടെ ബെഡ്റൂമിൽ AC ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇനി കുറച്ച് നേരം ഒന്ന്
റൂമിൽ AC ഇട്ടൊന്ന് ചില്ല് ചെയ്തിരിക്കണം. ഒരുപാട് ക്ലിനിക്കിൽ ഗ്രൂമിങ്ങിന് എൻ്റെ പിള്ളേരെ ആണെങ്കിലും അതേപോലെ ഇവിടെയുള്ള W ഗ്യാങ്ങിലുള്ള പിള്ളേരെ ആണെങ്കിലും ഒക്കെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും ഇതുപോലുള്ളൊരു ക്ലിനിക്ക് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കാരണം വേറെയും കുറേ പെറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളതൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതൊന്ന് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇനി കുറച്ച് നേരം പോയിട്ടൊന്ന് AC റൂമിൽ പോയിട്ടൊന്ന് സമാധാനത്തോടെ ഇരിക്കട്ടെ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ സൈൻ ഓഫ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. ഞാൻ ദേ പിള്ളേരെല്ലാം കൂട്ടിയിട്ട് റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഇസ് കാറ്റ് ഗേൾ സൈനിങ് ഓഫ്. ടാറ്റാ.